Hello, good morning. Good mornings. Okay. Mornings. എല്ലാവരും വർത്തമാനം ചായ കുടിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ? ഇല്ല. ഇല്ല. നേരത്തെ ആളുകളൊക്കെ വൈകി എണീറ്റതായിരിക്കുമല്ലേ? നേരത്തെ എണീക്കണ്ടേ? ഇത് പറയാനപ്പോ മിസ് ചോദിച്ചത്. വെള്ളിയാഴ്ച നേരത്തെ ഇവിടെ ആവുന്നുണ്ടേ. ഫുഡ് ഇവിടെ ആവും വേണ്ടേ? അയ്യോടാ, അങ്ങനെ പറയല്ല. ഇപ്പൊ ഞങ്ങളൊക്കെ അതൊക്കെ ആക്കി തന്നെയല്ലേ ക്ലാസ് എടുക്കണേ. ഉമ്മാൻ്റെ അടുത്ത് പറയും നേരത്തെ ആവണം, വെള്ളിയാഴ്ച ആകുമ്പോൾ നേരത്തെ ക്ലാസ് തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് പായി ഒരു 10 മിനിറ്റൊക്കെ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുമോ? എന്തായാലും കോളേജൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങണം അല്ലേ? ആ ഒരു രീതിക്ക് ആ ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റ് ചായയൊക്കെ കുടിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേ ഓൺവേർഡ് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ലേ ഇരിക്കാനേ? രാത്രി ഉറങ്ങി എണീറ്റ് അങ്ങനെ ഇരുന്ന് കോളേജിൽ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പോകില്ല. അപ്പോൾ ആ ഒരു ഉന്മേഷെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീക്ക് അല്ല, നാളെ മുതൽ തന്നെ 9 മണിയാവും ആയില്ലേ? അപ്പോൾ നമ്മൾ എന്താ കുട്ടികളെ പറഞ്ഞുകൊണ്ടിരുന്നേ? എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ടാണല്ലോ OM പറയുന്നത്. നിങ്ങൾക്ക് അൻഡമിസ് തുടങ്ങിയിട്ടില്ലല്ലോ OM? ഉണ്ടോ? ഇല്ല. നമ്മുടെ OM എന്തിനെ കുറിച്ചിട്ടാ പറഞ്ഞത്? ഇത് എന്താ അറിയോ, നിങ്ങൾ ഇതിന്റെ കൂടെ ഇങ്ങനെ പഠിച്ചു പോവാ. മീൻസ് നിങ്ങൾ ഇതിന്റെ കൂടെ നിങ്ങൾ തന്നെ ആ ഒരു ഓപ്പറേഷൻ മാനേജറായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യാണ്, അങ്ങനെയൊക്കെ ഒരു അസംഷൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന്റെ തിയറി ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വാളിറ്റി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളൊരു ഭാഗമാണ് അല്ലേ? ഓക്കെ, ഏതൊക്കെയായിരുന്നു പറഞ്ഞ ക്വാളിറ്റി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്? ഏതൊക്കെയായിരുന്നു? ഒന്നുമില്ലേ? ഒന്നുമില്ല. കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻ, പെർഫോമൻസ് എന്താണ്, പിന്നെയോ നെക്സ്റ്റ് വൺ ഫീച്ചേഴ്സ്, ഫിറ്റ്നസ് ഫോർ യൂസ്, വാല്യൂ ഫോർ പ്രൈസ് പെയ്ഡ്, പിന്നെ റിലയബിലിറ്റി, then Durability, support service, stability, psychological criteria, aesthetics, perceived quality. അപ്പൊ ഇതിനെ നമുക്ക് ഈ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിട്ടും പറയാം കേട്ടോ. ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടും പറയാം. ഓക്കെ, അത് ഞാനിപ്പോൾ നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, കൺഫോമൻസ് ടു സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? വാട്ട് ഈസ് മെൻഷൻഡ്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചത് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം പ്രൊഡക്റ്റിന്. എന്താണോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അത് ഉണ്ടാവണം അല്ലേ? അല്ലാതെ 60 വാട്ട് ബൾബ് മാനുഫാക്ചർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ 50 വാട്ട് ആവാൻ പാടില്ല. അത് അതിന്റെ ക്വാളിറ്റീനെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മളൊരു ഹോട്ടൽ റൂമിൽ പോയിട്ട് 20 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ 30 മിനിറ്റ് എടുക്കാൻ പാടില്ല. നമ്മളെ ബിസിനസ്മാൻ ആയിട്ട് നിൽക്കുക. അപ്പം നമ്മൾ 20 മിനിറ്റ്സ് ടൈം അലൗ ചെയ്തിട്ട് 30 മിനിറ്റ്സ് എടുക്കാന്ന് പറയുമ്പോൾ ബിസിനസിന്റെ ക്വാളിറ്റീനെ ബാധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ദി പെർഫോമൻസ്. അപ്പൊ അതിന്റെ ഓപ്പറേറ്റിംഗ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നത്. ഇപ്പം ഒരു വാഹനമൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ നമ്മളൊരു ബൈക്കൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന കുറെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ സ്പീഡ്, അതുപോലെ തന്നെ അതിന്റെ ഹാൻഡ്ലിങ്, അതിന്റെ കംഫർട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതെ അല്ലേ,
നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫോമൻസിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദി പെർഫോമൻസ്. നെക്സ്റ്റ് വൺ ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദി പ്രൊഡക്റ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാനത് ജസ്റ്റ് പറഞ്ഞിട്ട് പോകുന്നത്. എന്തായിരുന്നു ഫീച്ചേഴ്സ് ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഓരോ പ്രൊഡക്റ്റിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അതിന്റെ ഫങ്ഷനിങ്ങിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. അപ്പൊ നമ്മൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് വാഷിംഗ് മെഷീൻ പറഞ്ഞു, അതല്ലെങ്കിൽ ടെലിവിഷൻ സെറ്റ്, അതിന്റെ ലൈറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കൺവീനിയന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫിറ്റ്നസ് ഫോർ യൂസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. എന്താണോ നമ്മുടെ ഒരു എയിം, എന്താണോ നമ്മുടെ ആ ഒരു പർപ്പസ്, അതിനനുസരിച്ചായിരിക്കണം ആ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. അപ്പൊ അതിനൊരു നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു മൗണ്ടൻ റോഡ്സിലൂടെ നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലുള്ള ഒരു വാഹനമായിരിക്കും പ്രിഫർ ചെയ്യുക? എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ ഒരു പേഴ്സണൽ യൂസിനാവുമ്പം വേറെ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. സോ ഒരു ട്രക്കിംഗ് ജീപ്പാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫിറ്റ്നസ്സോട് കൂടിയിട്ടായിരിക്കണം മാനുഫാക്ചർ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് എ വാല്യൂ ഫോർ പ്രൈസ് പെയ്ഡ്. വാല്യൂ ഫോർ പ്രൈസ് പെയ്ഡ് എന്തായിരിക്കും? വാല്യൂ ഫോർ പ്രൈസ് പെയ്ഡ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു. സം പീപ്പിൾ എക്സ്പെക്ട് ദാറ്റ് ഇഫ് യു ആർ പേയിങ് ഹൈ പ്രൈസ് ദേ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഓഫ് ഹൈ ക്വാളിറ്റി. Okay, so here we are saying that if you are giving a product for a specific price, it should have the value for that. It should have, you should keep the value for that price. Okay. This is a definition of quality that consumer often use for product or service useful. അല്ലെ, അതായത് നമ്മളാണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു വിലയ്ക്ക് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. So this is the only definition that combines economics with the consumer criteria. Okay, consumer criteria economics-നെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വാല്യൂ ഫോർ പ്രൈസ് പെയ്ഡ് ആണ്. Okay. It assumes that the definition of quality is price sensitive. അതൊന്നും നമുക്ക് അവിടെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് അതൊരു കാര്യമായിട്ട് പറഞ്ഞു എന്നുള്ളത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. Suppose that you wish to attend for a personal finance seminar and discover that the same class is being taught at 2 different colleges at significantly different tuition rates. If you take the less expensive seminar, you will feel that you have received a greater value for the price. അല്ലേ, നമുക്കൊക്കെ നമ്മൾ സാധാരണ രീതിയിലൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരേ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഫിനാൻസ് സെമിനാറിനെ കുറിച്ചിട്ട് ഫിനാൻസ് സെമിനാറിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ 2 ക്ലാസ്സുകൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ടും ഐഡന്റിക്കൽ ആയിട്ട് ഒരുപോലെയുള്ള ക്ലാസ് ആണ്, പക്ഷെ രണ്ടിലും ഡിഫറെന്റ് ട്യൂഷൻ ഫീസ് ആണ് അല്ലെങ്കിൽ ട്യൂഷൻ റേറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സെമിനാർ സെലക്ട് ചെയ്യും. അപ്പൊ നമുക്കൊരു ഫീൽ ഉണ്ടാവും, വി ഹാവ് റിസീവ്ഡ് ദ ഗ്രേറ്റർ വാല്യൂ ഫോർ ദി പ്രൈസ്. നമ്മൾ പറയില്ലേ, അവിടെ 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, പക്ഷെ ഞങ്ങൾ 300 രൂപയ്ക്കാണ് അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞു അല്ലേ. അവിടെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് സെയിം സെമിനാർ ഓഫർ ചെയ്യാണ്. അപ്പൊ ഒരിടത്ത് 500ഉം ഒരിടത്ത് 300 ആണ്. ഓക്കെ, സെയിം ഫാക്കൾട്ടീസ് ആണ്, സെയിം ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഒരേ ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ 500ന് പകരം 300ന്റെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് പറയാ? നമുക്ക് ഒരേ വാല്യൂ ഉള്ളത് അല്ലെങ്കിൽ ഗ്രേറ്റർ വാല്യൂ ഉള്ളത് ലോവർ പ്രൈസിൽ കിട്ടി എന്ന് പറയുന്നു. ഇതേ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും ഒരു മാനുഫാക്ചറുടെ കേസിലും ഉണ്ടാവുന്നത്. The customers should feel that they have perceived or they have received the required value for the price paid. ഓക്കെ, നമ്മൾ അവർ കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ട് വാല്യൂ കിട്ടിയെന്ന് തന്നെ തോന്നിപ്പിക്കണം. ആ ഒരു പ്രൈസിനനുസരിച്ചിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ കിട്ടി എന്നുള്ളത് ഒരു ഫീല് ഉണ്ടാവണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈസ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അതായത് ഇപ്പം ഓക്കെ ഒന്ന് നോക്കാം. This characteristics of quality reflects the probability of product
functioning or failing within this specified time period. And these measures are used on the assumption that a product can be used for a period of, and hence they are more relevant to durable goods than to a product and service that are consumed instantly. Okay. അതായത് ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതല്ല നമ്മൾ മാനുഫാക്ചേഴ്സ് ആണ് സോറി നമ്മളൊരു പ്രൊഡക്റ്റ് നൽകുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ റിലയബിലിറ്റിക്കും കൂടെ അവിടെ പ്രാധാന്യമുണ്ട് അല്ലെ. ഇപ്പം പറയാണ് പ്രൊഡക്റ്റ് ഇന്ന ഉപയോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇന്ന ഫീച്ചേഴ്സ് ഒക്കെയാണ് അതിനകത്ത് ഉള്ളത്. പക്ഷേ നമ്മൾ അല്ലെങ്കിൽ ഇത്ര നാൾ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ഇത്ര വർഷമാണ് അതിന് നമുക്ക് അതിൻ്റെ ഒരു ലൈഫ് ടൈം പറയുന്നത്. ഓക്കെ. പക്ഷെ അത് ആ ഒരു പ്രൊഡക്റ്റിന് നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും കസ്റ്റമേഴ്സിന്റെ റിലയബിലിറ്റിനെ അത് ബാധിക്കും അല്ലെ. അതായത് അങ്ങനെ തന്നെ, അതായത് അവർക്ക് അതിൽ വിശ്വാസം ഇല്ലാണ്ടാവും. സ്വാഭാവികമായിട്ടും ആ ബ്രാൻഡിന്റെ ആ ഒരു ഇമേജ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ. ആ ബ്രാൻഡിനോടുള്ള താല്പര്യം കുറയും. നമ്മൾ ജസ്റ്റ് നമ്മൾ പറയാണ്, ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ഓക്കെ ഇതിന് ഇന്ന ഫീച്ചേഴ്സ് ഒക്കെയാണ്, അത് മാത്രമല്ല നമുക്ക് ഇത്ര നാളെ ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയാം. പക്ഷെ പെട്ടെന്ന് തന്നെ അത് കേടുവന്നാൽ എന്തായിരിക്കും? ഓക്കെ. ഇപ്പൊ നമ്മളടുത്ത് പറയാണ് ഒരു 4 വർഷത്തേക്ക് നീ വേറെ മൊബൈൽ ഫോൺ ഒന്നും നോക്കണ്ട. ഓക്കെ. അപ്പം പക്ഷെ അങ്ങനെ ആയില്ല. അതാണെങ്കിൽ അങ്ങനെ നമ്മൾ അത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിന് ഓരോരോ ഡാമേജുകൾ ഉണ്ടാവാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ആളുകള് അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഒരു സർവീസിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ, ഇന്ന സർവീസുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ ആ സർവീസുകൾ നമ്മൾ അതിൽ നൽകണം അല്ലെ. ഒരു ടൂർ പാക്കേജ് ആണ്, അവർ പറയാണോ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നല്ല അക്കോമഡേഷൻ ഒക്കെ ആയിരിക്കും എന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് നല്ല ഫുഡും നല്ല അക്കോമഡേഷനും ഒക്കെ തരണം. ഓക്കെ. നമ്മളടുത്ത് പറയാണ് ഡെയിലി 4 times ആണ് ഫുഡ് ഉള്ളത്, അതിനകത്ത് 2 സമയം നമുക്ക് പിന്നെ നോൺ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു നോൺ കിട്ടിയാലേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. എന്നതുപോലെ തന്നെയാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് കസ്റ്റമേഴ്സിന് വിശ്വാസം നഷ്ടപ്പെടും. നെക്സ്റ്റ് വൺ ഇസ് ദി ഡ്യൂറബിലിറ്റി. ഇതും അതുപോലെ ഫീൽ ചെയ്യില്ലെങ്കിലും അവിടെ നമ്മൾ റിലയബിലിറ്റി പറഞ്ഞു, ഇവിടെ നമ്മൾ അതിന്റെ ഡ്യൂറബിലിറ്റീനെ പറയുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും മെഷീനറീസ് വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. സോ നമ്മളത് പറഞ്ഞത് ഒരു 4 വർഷം അതൊരു കേടുപാടുകളും ഇല്ലാണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. So the durability is 4 years. അപ്പം അത് കേട് വരുന്നതിന്റെ മുമ്പേ അതല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്തിട്ട് നമ്മളത് വീണ്ടും യൂസ് ചെയ്യുന്നതിനേക്കാൾ ലാഭകരം പുതിയതൊരെണ്ണം വാങ്ങിക്കാണ് എന്ന് വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ വരെയുള്ള ടൈമാണ് നമ്മുടെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അല്ലെ. അതിനകത്ത് നമ്മൾ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്, അത് റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ പുതിയതൊരെണ്ണം വാങ്ങിക്കുകയാണ്. ഇപ്പൊ മൊബൈലൊക്കെ കേട് വന്നാൽ ചിലപ്പം അതിന്റെ ബോർഡൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് പറയുന്നത് റിപ്പയർ ചെയ്യുന്നേക്കാളും നല്ലത് പുതിയൊരെണ്ണം വാങ്ങിക്കുകയാണെന്ന് പറയും. ഓക്കെ. കാരണം അത് റിപ്പയർ ചെയ്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, അതിനേക്കാൾ നല്ലത് ഒരു പുതിയ ഫോൺ വാങ്ങിക്കായിരിക്കും. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു അവർ പഴയ രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റൂല, മാത്രമല്ല നല്ല എക്സ്പെൻസീവ് ആവുകയും ചെയ്യും. ഓക്കെ. അപ്പം ഇതാണ് ഡ്യൂറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സോ നമ്മൾ ഒരു സർവീസ് പ്രൊവൈഡർ ആകുമ്പം അതല്ലെങ്കിൽ നമ്മളൊരു മാനുഫാക്ചർ ആകുമ്പം ഇപ്പൊ ഈ ഡ്യൂറബിലിറ്റി എന്നുള്ളതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പം എന്തായിരിക്കും ഇവിടെ പറയുന്നത്? Durability can be defined as the time user can use from a product before it user can use for അത് repetition വന്നിട്ട് അവിടെ can be defined as the time user can use a product before it
deteriorates. എങ്ങനെ വന്നത്? The time is the time user can use a product before it deteriorates. ഓക്കെ, ഇപ്പം ശരിയായില്ലേ? അതായത് ഒരു പ്രൊഡക്റ്റ് കേട് വരുന്നതിൻ്റെ മുമ്പേ ആയിട്ട് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അവിടെ ഡ്യൂറബിലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ആസ് എ മാനുഫാക്ചർ വി ഹാവ് ടു കൺസിഡർ ദ ഡ്യൂറബിലിറ്റി ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ് ഓൾസോ. അതല്ലെങ്കിൽ or the amount of use one gets from a product before breakdown and replacement is better than continued repair. So in other terms we can say the amount of use one gets from the product before it breakdowns. അല്ലേ, അത് ബ്രേക്ക് ഡൗൺ ആവുന്നതിന് മുമ്പ് എത്ര നാള് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എത്ര അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. And replacement is better than continued repair. എന്നൂടെ പറഞ്ഞു, അത് വീണ്ടും റിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് റീപ്ലേസ് ചെയ്യാണ് എന്നുള്ളത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. After so many hours of use, the filament of a light bulb burns up and the bulb must be replaced. Repair is impossible. അല്ലെ, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താ, ചില കേസിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും, ചിലത് പറ്റില്ല. ഓക്കെ, അപ്പം ഇവിടെ ബൾബിന്റെ കേസിലാണ് നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ബൾബ് എത്ര നാൾ നമ്മൾ അത് ഉപയോഗിച്ചു, 1 year ആണോ 2 year ആണോ, അതാണ് അതിന്റെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുന്നവരൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, എത്ര പേരുള്ളോ? ബാക്കിയുള്ളവരോ? ഓക്കെ, ക്ലിയർ. സിമ്പിൾ പോയിന്റ്സ് ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടെ അറിയേണ്ടത്, നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു മാനുഫാക്ചറുടെ പോയിന്റിൽ നിന്ന് ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡറുടെ പോയിന്റിൽ നിന്ന് ചെയ്യണം. നമുക്ക് പെട്ടെന്ന് നമ്മളൊരു കസ്റ്റമർ എന്നുള്ള രീതിക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ വേഗമായിരിക്കും. അപ്പൊ അതാണ് ഞാൻ കസ്റ്റമർ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് പിന്നെ നമ്മളൊരു സർവീസ് പ്രൊവൈഡർ എന്നുള്ള രീതിക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ എന്നുള്ള രീതിക്ക് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് സപ്പോർട്ട് സർവീസസ്. അപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മാത്രമല്ല ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്, നേരെ മറിച്ച് അവിടെയുള്ള ഒരു സപ്പോർട്ട് സർവീസസ് അല്ലേ. ഇപ്പൊ നമ്മളൊരു വണ്ടി ഓർഡർ ചെയ്യണം, വണ്ടിയൊക്കെ നല്ലതാണ്, പക്ഷെ ആ ഒരു ഔട്ട്ലെറ്റിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ബിഹേവിയർ, അതുപോലെ തന്നെ അവര് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്, ഇതൊക്കെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അവിടെയുള്ള ഒരു ചുറ്റുപാട്, ഇതെല്ലാം നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് സപ്പോർട്ട് സർവീസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് quality does not apply only to the product or service itself. It also applies to the people, process and the organizational environment associated with it. Suppose we are going to a textiles. എന്താണ്, അവിടെ കുറെ വെറൈറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. അവിടെ നല്ലൊരു രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് അവിടുന്ന് എടുത്തിട്ട് പോരാനായിട്ട് സാധിക്കുകയുള്ളൂ, അതിനോടൊരു അട്രാക്ഷൻ തോന്നുള്ളൂ. സോ അത് നമ്മൾ മാനുഫാക്ചർ എന്നുള്ള രീതിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ എന്നുള്ള രീതിക്കും സപ്പോർട്ട് സർവീസസിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അതല്ലെങ്കിൽ സപ്പോർട്ടുകളൊക്കെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്നത് അവര് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളോ അല്ലെങ്കിൽ അവിടെയുള്ള ഫാക്കൾട്ടീസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാവില്ല അല്ലെ. ഇപ്പം എത്ര പെട്ടെന്നാണ് എക്സാമുകളൊക്കെ, എത്ര സ്പീഡപ്പ് ആയിട്ടാണ് അല്ലെങ്കിൽ എത്ര ആ ഒരു ടൈമിൽ നടത്തുന്നുണ്ടോ, അതുപോലെ തന്നെ റിസൾട്ടുകളൊക്കെ പെട്ടെന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ടോ, ഒരു വിത്തിൻ ടൈം
അല്ലെ? ആ ഒരു ടൈമിന്റെ ഉള്ളിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വെറുതെ ലാഗ് ചെയ്യുകയാണോ? നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാണ്, ആ ഒരു സർട്ടിഫിക്കറ്റ് പറഞ്ഞ ടൈമിൽ കൂടുതലായിട്ട് എടുത്തിട്ടാണോ ലഭിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജഡ്ജ് ചെയ്യുന്നത്, അല്ലെ? അതല്ലാതെ യൂണിവേഴ്സിറ്റിയിൽ കുറെ കോഴ്സുകൾ ഉണ്ട്, ഒരുപാട് നല്ല ഫാക്കൾട്ടീസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അതൊരു ഗുഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റില്ല. But we consider also the efficiency and accuracy of processing the paperwork also. Okay, that is the support services. Okay, next one is serviceability. Okay, എന്തായിരിക്കും സർവീസബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? അല്ലെ, ഇപ്പൊ നമ്മളൊരു വണ്ടിയൊക്കെ വാങ്ങിച്ചു പോന്നു, എന്നിട്ട് അതിന്റെ സർവീസിന് പോകുന്ന സമയത്ത് അത് നമുക്ക് അതിന്റെ ഒരു ആഫ്റ്റർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിന്റെ മെയിൻ്റനൻസും റിപ്പയറും സർവീസും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കണം. പക്ഷെ വണ്ടി വാങ്ങിച്ചു പോകുന്നു, പിന്നെ അവർക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അങ്ങനെയാണെങ്കിലോ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, അതൊരു ലോ ക്വാളിറ്റീനെയാണ് കാണിക്കുന്നത്, അല്ലെ? So another important characteristics of quality is serviceability or the speed, competence and ease of repair. ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ റിപ്പയർമെന്റ് ഡേയ്സ്, അതുപോലെ തന്നെ അത് സർവീസിന് അപ്രോച്ച് ചെയ്യുമ്പം അവരുടെ ആ ഒരു സ്പീഡ് എങ്ങനെയാണ്, അവരുടെ സർവീസബിലിറ്റി എങ്ങനെയാണ്, ഇതെല്ലാം ശ്രദ്ധിക്കപ്പെടും. സോ ആസ് എ മാനുഫാക്ചറർ ഓർ സർവീസ് പ്രൊവൈഡർ വി ഹാവ് ടു കൺസിഡർ ദി സർവീസബിലിറ്റി ഓൾസോ. Consumers are concerned not only about the product breaking down, but also about the time within which the service is restored, the nature of dealing of service personnel, and the frequency with which service calls or repairs fail to correct outstanding problems. Clear ആയല്ലോ? അതായത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് പ്രൊഡക്റ്റിൽ മാത്രമല്ല, അത് പ്രൊഡക്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം നമ്മുടെ നിലപാട് എന്നുള്ളത് കൂടെ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. A company's complaints handling procedures are likely to affect the customers' ultimate evaluation of product and service quality. ശരിയല്ലേ? ഒരു കമ്പനിയുടെ കംപ്ലൈന്റ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അതിന്റെ ക്വാളിറ്റിയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്, അല്ലെ? അപ്പൊ നമ്മളൊരു കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞിട്ട് അവർ അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നേ ഇല്ല, അല്ലെങ്കിൽ അവരെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് അവർ അപ്രോച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അതിന്റെ ക്വാളിറ്റീനെ ബാധിക്കും. സോ ആസ് എ സർവീസ് പ്രൊവൈഡർ, ആസ് എ manufacturer, we have to consider the complaint handling procedures of that concern also. And also customers may retain dissatisfied even after completion of repair. ചില കേസുകളിൽ എന്തായിരിക്കും, റിപ്പയർ ചെയ്ത് കൊടുത്തിട്ടും അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ആ ഒരു രീതി ആവരുത്. സർവീസബിലിറ്റി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അവിടെയും ഒരു നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ ആയിരിക്കണം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സൈക്കോളജിക്കൽ ക്രൈറ്റീരിയ പറയാം, അല്ലെ? ശരിക്കും ഈ സൈക്കോളജിക്കൽ ക്രൈറ്റീരിയനെ നമ്മളൊരു സബ്ജക്റ്റീവ് ഡെഫിനിഷൻ ആയിട്ട് പറയാറുണ്ട്, അല്ലെ? അതായത് നമ്മളിപ്പം എത്ര ഒരു നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിലും, എത്ര നല്ല ഡീലിംഗ് ആണെന്നുണ്ടെങ്കിലും, ഓരോ ആളുകളുടെ മെന്റാലിറ്റിയും കൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ഒരിക്കൊരു ഇതുണ്ടായിരിക്കും, ഇപ്പം നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, നല്ല പ്രോഡക്ട്സ് അവിടെ ഉണ്ട്, അതല്ലെങ്കിൽ നല്ല ഡീലിംഗ് ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ചില ആളുകൾക്ക് ഒരു സൈക്കോളജിക്കൽ ഫീൽ ഉണ്ടാവും, അത് ശരിയാവില്ല, അല്ലെങ്കിൽ അവിടെ പോകണ്ട എന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ another characteristics of this quality, that is psychological criteria. This is a subjective definition that focuses on judgmental evaluation of what constitutes products or service quality. അല്ലെ? എന്തായിരിക്കും അവിടെ പോയാൽ ശരിയാവില്ല. ചില ആളുകൾക്കൊക്കെ ഉണ്ടാവില്ല, ചില ഹോസ്പിറ്റലുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല, അവിടെ എത്രയാണെന്നുണ്ടെങ്കിലും നമുക്കത് പറ്റില്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ എത്ര നല്ല ഡോക്ടേഴ്സ് ആണെങ്കിലും അത് ശരിയാവില്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും. അപ്പം ഇതാണ് നമ്മളിവിടെ സൈക്കോളജിക്കൽ ക്രൈറ്റീരിയ പറയുന്നത്.
So different factors contribute to the evaluation, such as atmosphere of the environment or perceived prestige of the product. For example, the case of a hospital, a patient may receive average health care, but a friendly staff may leave the impression of high quality. ഓക്കെ. എന്നിപ്പം എന്താണ് ചില കേസിൽ ഇങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും, അതായത് അവിടുത്തെ ആ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിനൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നതും, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് നേരെ തിരിച്ചു ആവാട്ടോ, അവരുടെ ആ ഒരു അപ്രോച്ച് കൊണ്ടായിരിക്കാം അവിടേക്ക് പോവണ്ട എന്നുള്ള ഒരു ഫീലൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ക്രൈറ്റീരിയ ആണ്. ഓരോ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൈക്കോളജിക്കൽ ക്രൈറ്റീരിയയും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഇസ് ദ എസ്തെറ്റിക്സ്. ഓക്കെ. ഇതും നമ്മളിപ്പം ഇപ്പൊ നമ്മളൊരു ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആ ഒരു ഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, എന്തായിരിക്കും ഇപ്പൊ നമ്മൾ ആ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആള് ലോക്കലാണ് തോന്നും, അങ്ങനെ ഉണ്ടാവും. അത് കണ്ടാൽ മതി എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കുകയാണ്, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ലോക്കൽ ഫീൽ ഉണ്ടാവുമോ, അതല്ലെങ്കിൽ ഒരു ഗുഡ് ഫീൽ ഉണ്ടാവുമോ, അതാണ് ഇവിടെ പറയുന്നത് aesthetic. Okay, that's how a product looks, feels, sounds and reflection of individual preference. എന്തായിരിക്കും അത് കാണുമ്പോൾ തന്നെ എന്തായിരിക്കും ഒരു ഫീൽ, ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടോ, ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് അതിനുണ്ടോ എന്നുള്ളതൊക്കെ ആളുകൾ ശ്രദ്ധിക്കും. Okay, so there are some patterns in customers ranking products on the basis of taste. ചില ആളുകൾ ടേസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെ റാങ്ക് ചെയ്യും. അപ്പം ഇവിടെ തന്നെ ഓരോ ആളുകൾക്കനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടതായിക്കൊള്ളുന്നില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ. അപ്പം aesthetic dimension differs taste or from subjective and aesthetic choices are not nearly universal. അല്ലെ, എല്ലാവർക്കും ഒരുപോലെയല്ല അവിടെ വരുന്നത്. Okay, and also not all people prefer rich and full flavor of a product. It is impossible to please everyone. അപ്പം ആസ് എ മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡർ ആയിട്ട് നമുക്ക് ഓർമ്മയിൽ വേണ്ടത് എന്താ, എല്ലാവരെയും ഒരുപോലെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആവില്ല. കാരണം ഓരോ ആളുകളുടെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് വ്യത്യാസമായിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ അതിനകത്തുള്ള പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലെ. ക്വാളിറ്റീസ്, or characteristics of goods and services. Perceived quality, അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, പെർസീവ്ഡ് ക്വാളിറ്റി. ഇനി ഇതേ കാര്യത്തിൽ തന്നെ നമ്മൾ ഡയമെൻഷൻസ് ആയിട്ട് പറയാറുണ്ട്. അപ്പം ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഡയമെൻഷൻ 1 പറയുന്നത് ജസ്റ്റ് ഞാൻ അതൊന്ന് പറഞ്ഞു തരാം, ഞാൻ നോട്ടിൽ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്കത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. ഡയമെൻഷൻ 1 എന്ന് പറയുന്നത് അതിന്റെ പെർഫോമൻസ്, ഡയമെൻഷൻ 2 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് പറയാം, then 3 റിലയബിലിറ്റി, ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. then next കൺഫോമൻസ്, ഡ്യൂറബിലിറ്റി, സർവീസബിലിറ്റി. ഡയമെൻഷൻ 6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ സർവീസബിലിറ്റി പറയാം. ഡയമെൻഷൻ 7 എന്ന് പറഞ്ഞിട്ട് എസ്തെറ്റിക്സ് പറയാം. ഡയമെൻഷൻ 8 എന്ന് പറഞ്ഞിട്ട് പെർസെപ്ഷൻ പറയാം. അപ്പം എന്താ പെർസെപ്ഷൻ, അത് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ്. വാട്ട് ഡു മീൻ ബൈ പെർസെപ്ഷൻ? എന്തിനാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയാം? What is the difference between customer satisfaction and customer perception? രണ്ടും സെയിം ആണോ? ഒന്ന് ഗസ്സിംഗ് ഒക്കെ. ഓക്കെ. പ്രിഫറൻസ് നമ്മൾ അങ്ങനെ പറയാറുണ്ട് അല്ലെ. പെർസെപ്ഷൻ, ഗസ്സിംഗ് ആണ്. എന്താണ് ശരിക്കും പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ശരിക്കും കറക്റ്റ് മീനിങ് ഉണ്ട്. നിങ്ങൾ മാർക്കറ്റിംഗ് പഠിച്ചിട്ടില്ലേ? സെക്കൻഡ് സെമ്മിന്റെ മാർക്കറ്റിംഗ് പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? മാർക്കറ്റിംഗ് സബ്ജക്റ്റ് ഇല്ലേ BBA ല്? ഇല്ലാന്ന് ആന്നും പറയണ്ടേ. സെക്കൻഡ് സെമ്മിന്റെ മാർക്കറ്റിംഗ് അതിലില്ലേ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ,
കസ്റ്റമർ പെർസെപ്ഷൻ ഒക്കെ പറയുന്നില്ലേ? ഓക്കെ, അപ്പൊ അറിയില്ല എന്നുള്ളത് ഇനി നോട്ട് ചെയ്ത് വെക്കുക. പെർസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സെൻസ് ഓർഗാൻസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മുടെ ഒരു സെൻസ് ഓർഗാൻസിന്റെ ആ ഒരു ഫീലോട് കൂടിയിട്ട് ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ജസ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റിലൂടെ അങ്ങനെ പോവുക, അപ്പൊ ആ സമയത്ത് നമ്മളൊരു സാധനം കണ്ടു, അപ്പൊ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി, അപ്പൊ നമ്മളത് പർച്ചേസ് ചെയ്യുക. ദാറ്റ് ഇസ് എ പെർസെപ്ഷൻ അല്ലേ? ഏതൊക്കെ സെൻസ് ഓർഗാൻസ്? ഐ, ഇയർ, നോസ്, ടങ്, സ്കിന്ന് ഒക്കെ ഉണ്ട് അല്ലെ? അതാണ്. അപ്പൊ ഈ സെൻസ് ഓർഗാൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഭയങ്കര ടേസ്റ്റ്, അപ്പം അതിനനുസരിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാണ്. അല്ലെങ്കിൽ കണ്ടപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി. ഓക്കെ, ദാറ്റ് ഈസ് പെർസെപ്ഷൻ. ക്ലിയർ? വിട്ടു പോകരുത് കേട്ടോ. നമ്മളെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറെ ആളുകൾ പെർസെപ്ഷൻ ഒക്കെ എടുക്കും. അപ്പൊ പെർസെപ്ഷൻ എന്താണെന്നറിയണം. ഓക്കെ, അറ്റൻഡൻസ് പറഞ്ഞിട്ടില്ല, പെട്ടെന്ന് നമ്പർ പറഞ്ഞോളൂ. നമ്പർ 1, 2, 3, 4, 5. ഓക്കെ, 6 ഇല്ല. നെക്സ്റ്റ് നമ്പർ പറഞ്ഞോളൂ. 7, 3 ഉണ്ട്. 8, 9, 10, ഓക്കെ, 11, ഓക്കെ, 12, 30, ഓക്കെ, 14, ഓക്കെ. നമ്പർ 15.